ഈസ്റ്ററിനോടനുബന്ധിച്ച് യുക്രൈനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഒരു ദിവസത്തേക്ക് മാത്രമാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു പുടിന്റെ പ്രഖ്യാപനമുണ്ടായത്. ശനിയാഴ്ച റഷ്യൻ പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച് ഞായറാഴ്ച അർദ്ധരാത്രി വരെയാണ് യുദ്ധത്തിന് ഇടവേള നൽകിയിരിക്കുന്നത്. അതേസമയം റഷ്യയുടെ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തോട് യുക്രൈൻ പ്രതികരിച്ചിട്ടില്ല. ഈസ്റ്ററിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് 6 മണി മുതൽ ഞായറാഴ്ച അർദ്ധരാത്രി വരെ റഷ്യൻ വിഭാഗം വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നുവെന്നാണ് പുടിന്റെ പ്രഖ്യാപനം. ഇത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനുഷ്യത്വപരമായ പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് ഈസ്റ്റർ ദിനത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതെന്നാണ് പുടിൻ അറിയിച്ചത്. റഷ്യ മുന്നോട്ട് വെച്ച മാതൃക യുക്രൈൻ പിന്തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെടിനിർത്തൽ സമയത്തെ യുക്രൈന്റെ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ തുറക്കുമെന്ന് പുടിൻ പറയുന്നു. അതേസമയം വെടിനിർത്തൽ ലംഘനമോ യുക്രൈന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമോ ഉണ്ടായാൽ പ്രതിരോധിക്കാൻ റഷ്യൻ സൈന്യം തയ്യാറാണെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരവെയാണ് യുദ്ധത്തിനൊരു ദിവസത്തെ ഇടവേള നൽകിക്കൊണ്ടുള്ള പുടിന്റെ പ്രഖ്യാപനം. മോസ്കോ എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും യുക്രൈൻ വിഷയത്തിൽ ന്യായമായ ഒത്തുതീർപ്പ് ഉറപ്പാക്കാൻ US, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പുടിൻ ഫോണിൽ സംസാരിച്ചതിനെ തുടർന്ന് യുക്രൈനിലെ ഊർജ്ജ വിതരണ സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് നിർത്തിവെക്കാൻ റഷ്യ സമ്മതിച്ചിരുന്നു. എന്നാൽ കരാർ ലംഘിച്ച് ആക്രമണം തുടരുന്നതായി ഇരുപക്ഷവും ആരോപണം ഉന്നയിച്ചിരുന്നു. യുക്രൈൻ 100-ലധികം തവണ തങ്ങളുടെ ഊർജ്ജ വിതരണ സംവിധാനങ്ങൾ ആക്രമിച്ചതായി പുടിൻ ആരോപിച്ചു. അതിനിടെ 3 വർഷം പിന്നിട്ട് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് പുരോഗമനം ഉണ്ടായിട്ടില്ലെങ്കിൽ അമേരിക്ക സമാധാന ശ്രമങ്ങൾ ഉപേക്ഷിച്ചേക്കുമെന്നും ട്രംപും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ശനിയാഴ്ച ഇരുപക്ഷവും 100 കണക്കിന് യുദ്ധ തടവുകാരെ പരസ്പരം കൈമാറി. യുക്രൈന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് നിന്ന് 246 റഷ്യൻ സൈനികരെ മോചിപ്പിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ 15 റഷ്യൻ സൈനികർക്ക് അടിയന്തര വൈദ്യസഹായവും നൽകി. റഷ്യൻ തടവിൽ നിന്ന് 277 യുക്രൈൻ യുദ്ധ തടവുകാർ നാട്ടിലേക്ക് മടങ്ങിയതായി സെലൻസ്കിയും അറിയിച്ചു. യുദ്ധ തടവുകാരുടെ മോചനത്തിന് മധ്യസ്ഥത വഹിച്ച UAEക്ക് ഇരു രാജ്യങ്ങളും നന്ദിയും അറിയിച്ചു. യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള യുദ്ധ തടവുകാരുടെ ഏറ്റവും വലിയ കൈമാറ്റമാണിത്. 2022 ഫെബ്രുവരി 24-നാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക സംഘർഷമായി ഇത് മാറുകയും ചെയ്തു. ഇടയ്ക്കിടെയുള്ള വെടിനിർത്തലുകൾ, തടവുകാരുടെ കൈമാറ്റം, US, തുർക്കി, അറബ് രാജ്യങ്ങൾ, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവരുടെ മധ്യസ്ഥത ശ്രമങ്ങൾ എന്നിവയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും സംഘർഷത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.